ബാവൊക്കെ വീട്ടിലുണ്ടാ? ആ ഈ മോട്ടറിന് എന്താ കംപ്ലൈന്റ് ആണ്? ആ ചെക്കനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരാക്കാൻ. അതിനും കാണാനില്ല. പെണ്ണെത്തിയാണെങ്കിൽ വെള്ളമെല്ലാം അറിഞ്ഞിട്ട് പൂക്കും വിളിയും കൂടുന്നു. വല്ലാത്തൊരു കഷ്ടം, ഒന്നും പറയണ്ട. മീൻ മാർക്കറ്റിൽ നിന്നാണെങ്കിൽ വിളിച്ചോട് വിളി. വല്ലാത്തൊരു കഷ്ടം. ഇത് കഴിയാണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവുമില്ല. നിങ്ങളെ കാണാൻ വന്നതാ ഞാന്. എന്താ കിണറ്റിലേക്ക് എത്തി നോക്കണ്? മോട്ടർ കംപ്ലൈന്റ്, വെള്ളം എടുക്കണില്ല. ഇല്ല, വരാറിഞ്ഞ ആ ചെക്കനം കാണാനില്ല. പെണ്ണെത്തിയാണെങ്കിൽ അടുക്കളയിൽ വെള്ളം ഇല്ലാറിഞ്ഞിട്ട് ഭയങ്കര പുകല്. മാർക്കറ്റിൽ നിന്നാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് മീനിന്റെ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുക. എന്താ പതിവില്ലാണ്ടേ? മോളുടെ കല്യാണം ഉണ്ടേ, അതിന് കുറച്ച് മീനൊക്കെ വേണം. അപ്പൊ നല്ല മീൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പോയി വന്നാൽ നല്ല മീനെ കിട്ടുമല്ലോ. നല്ല ഐക്കോറ വേണം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, അത് ഏർപ്പാട് ചെയ്ത് തരണം. എന്നൊക്കെ അതിപ്പോ ഒരു ഡിസംബർ 5-ാം തീയതി. അതെ. ഓ, അന്ന് ഭയങ്കര തിരക്കാ. എല്ലാരും മീൻ ഓർഡറാണേ. കുഞ്ഞാലി 25 കിലോ പറഞ്ഞിട്ടുണ്ട്. അയമുട്ടി 40 കിലോ. ഇപ്പൊ എത്ര വേണ്ടി വരും? ഒരു 25 കിലോ എന്ന് പറഞ്ഞപ്പോ ചോറ് എല്ലാവർക്കും ബിരിയാണി ഉണ്ടാവുമല്ലോ. എന്നാലും ചോറും മീൻ വറുത്തതും കൊടുക്കാനാ. നല്ല ആയിക്കോട്ടെ, 100 പീസ് ആയിക്കോട്ടെ വേണം. അതിനനുസരിച്ച് എടുത്തോളി. ആയിക്കോട്ടെ. കഷ്ണം വെട്ടുമ്പോഴേ അല്ലാതെ കനം വേണ്ട കേട്ടോ. ആയിക്കോട്ടെ, വറക്കാനുള്ളതാണേ. ആയിക്കോട്ടെ. അപ്പളേ മീനിന്റെ കാര്യം പറഞ്ഞു മറന്നോട്ട്. കല്യാണത്തിനും വരണം, മീനും വേണം. മീൻ കൊണ്ടുവരണം വേണം. കല്യാണത്തിന് പ്രത്യേകിച്ച് വരണം. ഡൊമിനോയിൽ വെച്ചിട്ടാണ്. അതെല്ലേ? ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി. എന്റെ വാപ്പ ഇവിടെ ഉണ്ടോ? വിളിച്ചു പറയാതെ വന്നാലേ എന്റെ വാപ്പ ലോക പിഷ്കനാ. വിളിച്ചു പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. വിളിച്ചു പറഞ്ഞാൽ എന്റെ വാപ്പ എവിടേക്കും മുങ്ങും. പോയ ഈ ചെക്കനെ കാണാനും ഇല്ലല്ലോ റബ്ബേ. ഇനിയിപ്പൊ ഇതിന്റെ ഇടയിൽ അവരും കൂടിയാ വെള്ളം ഇല്ലാത്ത ടൈമില് തോറ്റുപോയി. മക്കളെ, ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവ് കൂടി ഉള്ളു. എന്താ മോളെ വർത്താനൊക്കെ? കേറി വാ. മോളെ ഉള്ളിക്ക് പോയിക്കോ. വാ, ഇരിക്കേ. എന്താ മോനെ വർത്താനൊക്കെ? കച്ചവടമൊക്കെ ഇല്ലേ? കൊഴപ്പില്ല. അതാ മോട്ടർ കേടന്ന് ഞാൻ അതിന്റെ അടുത്തായിരുന്നു. അപ്പൊ ഇന്ന് മാർക്കറ്റിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കണേ. ഇല്ല, ഇനിയിപ്പൊ ചെന്നാലേ ഇപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിന്റെ ഇടയിൽ ചെക്കനാട് പറഞ്ഞയച്ചിട്ടുണ്ട്. എന്നാലും ഞമ്മളൊന്ന് വേണ്ടേ? ഓർഡർ തന്നെ. അപ്പൊ അതിലോട്ട് അത് ഇത് അപ്പൊ ഇന്നിപ്പോ നിങ്ങള് വരികയെന്ന് പറഞ്ഞപ്പോ അവിടെ നല്ല ഐക്കോറൊക്കെ വാങ്ങിയിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. ചെലവ് തന്നെ നല്ല വലിയാണ്. എന്തിനാ വില ഇല്ലാത്ത വാപ്പ? എന്ത് സാധനം വില? പെട്രോളിനൊക്കെ എന്താ അതന്നെയാണ് അങ്ങനെ കണക്കൂട്ടി വരുമ്പോ ചെലവ് എന്താന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ എണ്ണയും പണിക്കാരുടെ കൂലിയും ഇതൊക്കെ കൂട്ടി വരുമ്പോ എന്താ ചെലവ്. ഇപ്പൊ 4 കിലോ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അതിനിപ്പോ എന്താ വില? കുടിയിലേക്ക് വാപ്പ കൊണ്ടുമ്പോ ചെറുമീൻ എന്തെങ്കിലും കൊടുന്നാ പോരെ? ഈ വലിയ വിലയുള്ള മീനൊക്കെ കുടുംബത്തിൽ കൊണ്ടല്ലോ. ചെറിയ മീൻ എന്തെങ്കിലും കൊടുന്നാ പോരെ? മക്കള് വരികയെന്നല്ല ഇപ്പാണ്ട് കൊടുന്നതാണേ. അവര് വല്ലപ്പോഴല്ലേ വരുള്ളൂ. അതേ, മീൻകാരന്റെ വീട്ടില് മക്കള് വിരുന്ന് വരുമ്പോ മീനില്ലാണ്ടാവുമ്പോ ഇക്കൊരു മോശമല്ലത്. അത് ശരിയാ വാപ്പ പറഞ്ഞു. നമ്മള് മോശക്കാരാവാൻ പാടില്ലല്ലോ. അത് ശരിയാ മനെ. 4 കിലോ ഐക്കോറ പറഞ്ഞ എത്ര ഉറുപ്പിയുടെ മുതലാച്ചിട്ടാ ജി? ഇതേ കായ്ക്ക് വിൽക്കുകയാണെങ്കിൽ എത്ര ഉറുപ്പിയുടെ മുതലാച്ചിട്ടാ ജി? ആയിക്കോട്ടെ. ഉമ്മേപ്പാ ഈ പോരെ മോളെ, എന്റെ വാപ്പ കായ്ക്ക് വിറ്റോട്ടെ. വായപ്പോ പിന്നെ എന്റെ പാപ്പ ഇച്ചിക്കണക്കാ പറഞ്ഞു. മീൻ ഇവിടെ തിന്നാൻ കൊടുത്ത മീന് കായ്ക്ക് വെക്കണ കാര്യം. എന്റെ പാപ്പ കായ്ക്ക് വിറ്റോട്ടെ. ഈ പോന്ന എന്താ പാപ്പ, ഞാൻ പോവാട്ടാ. എന്ത് കണക്കാ എന്റെ പാപ്പ പറഞ്ഞു? നമുക്ക് പോവാം. ഇങ്ങനെ പിച്ച എന്ത് പിച്ച എന്റെ പാപ്പ? വരണ്ടേന്നില്ല. നാണം കിട്ടും. എന്തപ്പോ ഒരു പണിപ്പോയി? ഞാൻ പറഞ്ഞ കണക്കിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയോ?
ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ.